ഒരു സീരീസിൻ്റെ സ്പിൻ ഓഫ് എടുക്കുക എന്നുള്ളത് ഒട്ടും എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഒരുപാട് ബാക്ക്ലാഷസ് ഒക്കെ നേരിടേണ്ടി വന്നിരിക്കും. എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഡിപ്പ് വന്നാൽ ഈവൻ ഇഫ് ഇറ്റ് ഈസ് എ ഗുഡ് പ്രൊഡക്റ്റ്, ഒറിജിനലിൻ്റെ ആ ഒരു നിലവാരത്തിലേക്ക് എത്തിയില്ലെങ്കിൽ ഒരുപാട് ബാക്ക്ലാഷ് ഒക്കെ നേരിടേണ്ടി വരും. സോ അങ്ങനെ ഇരിക്കെ ഓഫീസ് എന്ന വേൾഡ് റിനൗൺഡ് ആയിട്ടുള്ള ആ സീരീസിനെ ഒരു സ്പിൻ ഓഫ് വരികയാണ്. സോ ആ സ്പിൻ ഓഫിന് ഭയങ്കര ചലഞ്ചസ് ആണ് ശരിക്കും പറഞ്ഞുള്ളത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫീസിന് അത്രയധികം ഫാൻസ് ഉണ്ട്, അത്രയധികം പോസിറ്റീവ്ലി റേറ്റഡ് ആണ്. സോ ഒരു ഗുഡ് അല്ലെങ്കിൽ ഒരു മീഡിയോക്കർ പ്രൊഡക്റ്റ് കൊണ്ട് ഒരിക്കലും ഒരു പോസിറ്റീവ് റിവ്യൂ ഗെയിൻ ചെയ്യാൻ പറ്റില്ല. സോ അങ്ങനെ ഒരു ചാലഞ്ചിങ് സിറ്റുവേഷനിലാണ് പുതിയ സീരീസ് റിലീസായത്. സോ ലെറ്റ്സ് ജസ്റ്റ് റിവ്യൂ ദ പേപ്പർ. ഈ പേപ്പർ എന്നുള്ളത് ഒരിക്കലും ഓഫീസിൻ്റെ ഒരു സീക്വൽ അല്ല, ഒരു സ്പിൻ ഓഫ് അല്ലെങ്കിൽ ആ ഒരു സെയിം യൂണിവേഴ്സിൽ നടക്കുന്ന ഒരു സീരീസ് എന്ന് വേണം പറയാം. കാരണം ഡയറക്റ്റ് ലിങ്ക് എന്ന് പറയത്തക്കതായിട്ട് കാര്യമായിട്ടൊന്നുമില്ല സ്റ്റോറി ലൈനിൽ. ആകെ നമുക്ക് പറയാവുന്ന ഓസ്കാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഫ്രം ദി ഓഫീസ് ആൾ സെയിം ആയിട്ട് ഇവിടെയും വന്നിട്ടുണ്ട്. വേറെ കാര്യമായ സിമിലാരിറ്റി ഒന്നും വരുന്നില്ല. സീരീസ് തുടങ്ങുന്നത് തന്നെ ബോബ് വാൻസ് റെഫ്രിജറേറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ അത് വെച്ച് തുടങ്ങുന്നതല്ലാണ്ട് പിന്നീട് അങ്ങോട്ട് സ്ക്രാൻഡൻ ആയിട്ടോ അല്ലെങ്കിൽ ആ പഴയ കമ്പനി ആയിട്ടോ ഡണ്ടർ മുഫ്ലിനായിട്ടോ ഒന്നും പ്രത്യേകിച്ച് ലിങ്ക് ഒന്നും വരുന്നില്ല. അപ്പോൾ ഇതൊരു ഫ്രഷ് സീരീസ് ആയിട്ട് തന്നെ കണക്കാക്കാം. 10 എപ്പിസോഡാണ് റിലീസായിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് സീസൺ കംപ്ലീറ്റ്ലി ഒരൊറ്റ ഡേ തന്നെ റിലീസായിട്ടുണ്ട്. ഹോട്ട്സ്റ്റാറിലാണ് കറൻറ്റ്ലി സ്ട്രീം ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ ദൈർഘ്യമുള്ള 10 എപ്പിസോഡുകൾ. സോ ഒരു ഈസി വാച്ചായിട്ട് കണ്ട് തീർക്കാൻ പറ്റിയ സംഭവമാണ്. ഇപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയാനാണെങ്കിൽ പുതിയ കാസ്റ്റായിട്ട് വന്നിട്ടുള്ള ഡൊമിനിക് ഗ്ലീസൺ എന്നാണ് ആളുടെ പേര് തോന്നുന്നു. അപ്പോൾ ആളാണ് മെയിൻ കാസ്റ്റായിട്ട് വന്നത്. ആൾ കൈൻഡ് ഓഫ് ലൈക്കബിൾ ഒരു ക്യാരക്ടറായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെറല്ല എന്ന് പറഞ്ഞൊരു ക്യാരക്ടറുണ്ട്, വൻ വെറുപ്പിക്കലായിരുന്നു. സോ ആ ഒരു ക്യാരക്ടറിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ലൈക്കബിൾ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ള ഒരു സീരീസ് ആയിട്ടാണ് ദ പേപ്പർ എനിക്ക് തോന്നിയത്. എസ്പെറല്ല വൻ 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 ദുരന്തമായിപ്പോയി. ഇപ്പോൾ മോഡേൺ ഫാമിലിയിലെ മറ്റേ ആക്സെൻറ്റിൻ്റെ കാര്യം ഉണ്ടല്ലോ, അതേമാതിരി ഇവരുടെ കുറേ ആക്സെൻ്റ് ഒക്കെ അങ്ങ് വെറുപ്പിക്കുകയാണ്. സോ ആ ക്യാരക്ടറെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ ലൈക്കബിൾ സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരിക്കലും ഓഫീസിൻ്റെ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ അത്രത്തോളം നിലവാരം എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു ഇത്തിരി എക്സ്പെക്ടേഷൻ ലോവറായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു സീരീസ് ആയിട്ട് തന്നെയാണ് എനിക്ക് പേപ്പർ തോന്നിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ അവർ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റ്സ് അബൌട്ട് ജേർണലിസം, അത് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി ലൈനാണ് വരുന്നത്. സോ ഓവറോൾ ഐ വുഡ് സേ ഗിവ് ഇറ്റ് എ ഗോ. വലിയ സമയനഷ്ടമൊന്നും വരില്ല. 10 എപ്പിസോഡുള്ളൂ, അരമണിക്കൂർ വീതമുള്ളൂ. ഫോർ മീ ഐ ലൈക്ഡ് ഇറ്റ് ആക്ച്വലി. എനിക്ക് അത്യാവശ്യം ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് തോന്നിയത്. സോ ഐ വുഡ് സേ റെക്കമെൻഡഡ്, ഗോ ഫോർ ഇറ്റ്.